ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ കൊണ്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കപ്പയൊക്കെ എല്ലാവരും മേടിക്കുന്നവരാണ്. അപ്പോൾ ഒരു കപ്പ മതിയോ, ഒന്നോ രണ്ടോ ചെറിയ കപ്പ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ, വളരെ ഈസിയാണ്, എന്നാൽ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഒരു 6-7 ഉണക്കമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു 10-12 ചുവന്നുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ചെടുക്കാം. അപ്പോൾ ഇതായത് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ഇത് ചതച്ചെടുക്കാനായിട്ട്, ഒത്തിരി അങ്ങ് പേസ്റ്റായി പോകാൻ പാടില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്നത് വെയിറ്റ് ചെയ്യുക. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, മുളക് എല്ലാം മിക്സില്ലേ അതും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു മണമല്ലേ, അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, എന്നാൽ പച്ചമണം നല്ലോണം മാറി കിട്ടത്തുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. ഒരു 1 ടീസ്പൂണോളം വരും. നല്ല ജീരകം എടുത്തേക്കുന്നത്, അതും കൂടെ കൊട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് എല്ലാം കൂടെ മിക്സാക്കി തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക, തേങ്ങയുടെ പച്ചമണം എല്ലാം മാറുന്നവരെ. ഇനി ഞാനിവിടെ 2 കപ്പ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വേവിച്ച കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പ വേവിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റ് കേട്ടോ, പറയുമ്പോൾ തന്നെ വായി വെള്ളം ഊറുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒത്തിരി ഉടഞ്ഞൊന്നും പോകണ്ട, എന്നാലും ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ആ പരുവത്തിന് വേണം നമ്മൾ കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ബാക്കി കുറച്ച് ചേരുവകളുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ അത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്കും ഹൈപ്പും ഒക്കെ തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായി കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ഞാനതുപോലെ കുനുകുനാന്നൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം കുറച്ച് കറി ലീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ലെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പച്ച കറിവേപ്പിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല മണവാണ്. അങ്ങനെ നമ്മുടെ കപ്പ കൊണ്ടുള്ള അടിപൊളി റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിപ്പോൾ നമുക്ക് മീൻകറിയുടെ കൂടെയോ അല്ലെങ്കിൽ മീൻകറിയുടെ കൂടെ ഏറ്റവും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ചിക്കൻ കറിയുടെ കൂടെ, അതല്ലെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതിന് എരിവൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്തവരാരും ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.